ഹായ് ഫ്രണ്ട്സ്, 10 ഡേയ്സ് ഓണം ഔട്ട്ഫിറ്റ് സീരീസിൽ ഇത് സെക്കൻഡ് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. മെറൂണും ബ്ലാക്കും ചേർന്ന പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ കോംബോ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ എടുത്തിട്ടാണ് ഞാൻ ബേസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഐ മേക്കപ്പ് ചെയ്യാം, ഒരു സ്മോക്കി ഐ ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിനായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐ ലിഡിലും ലോവർ ലാഷ് ലൈനിലും എഴുതി കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു ബ്ലാക്ക് കാജൽ എടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ആവുമൊന്നും വേണ്ട, കാരണം ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഒരു ഡോം ബ്രഷ് എടുത്തിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡോം ബ്രഷിന് പകരമായിട്ട് ഇയർബഡ്സ് എടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ മുമ്പേ അപ്ലൈ ചെയ്ത ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിന്റെ മുകളിൽ വളരെ തിന്നായിട്ട് ഒരു ലൈനർ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാട്ടർ ലൈൻ കൂടെ കാജൽ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യണേ. മേക്കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ബ്ലഷ്. അപ്പൊ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ലിപ് ലൈനർ കൊടുത്തിട്ട് അതിനകത്ത് റെഡ് ലിപ്സ്റ്റിക് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ബിന്ദി കളക്ഷനിന്ന് മെറൂൺ കളറിൽ ഒരെണ്ണമാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഈ സെറ്റും മുണ്ടിനും മാച്ച് ആവുന്ന രീതിയിൽ ഒരു കുട്ടി ജിമിക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയർ സ്റ്റൈൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പിന്നീടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ഓണം ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ റെഡ് ലിപ്സ്റ്റിക് ആയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ തുടച്ചു കളഞ്ഞിട്ട് സ്ഥിരം ക്ലീഷേ ബ്രൗൺ ഷെയ്ഡ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ലിപ് ഗ്ലോയും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറേ ഇല്ല. റെഡ് ലിപ് ഷെയ്ഡ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പക്ഷെ എനിക്ക് ഒട്ടും ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് മുല്ലപ്പൂവിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്കത് പരിഹരിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ടാറ്റാ.